തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി പരിപ്പ് കറി. അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊക്കെ ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സബോള നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുറ്റത്ത് നല്ല കാന്താരിമുളക് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു 5-6 കാന്താരിമുളക് പറിച്ച് നടുവെ കീറി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ആവി പറക്കുന്ന ചൂട് ചോറും നമ്മുടെ പരിപ്പ് കറിയും ഒരു കഷ്ണം ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി.